കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പള്ളിക്കുന്ന് ലൂർദ് മാതാ ദേവാലയത്തിൽ 117-ാം വാർഷിക തിരുനാൾ മഹോത്സവം ഫെബ്രുവരി 2 മുതൽ 18 വരെ നടക്കും. വിവിധ രൂപത അധ്യക്ഷന്മാർ വിശുദ്ധ ബലികൾ അർപ്പിച്ച് വചന സന്ദേശം നൽകി തിരുനാൾ ദിനങ്ങൾ അനുഗ്രഹീതമാക്കും. 1908 ഫ്രഞ്ച് മിഷണറി ഫാദർ ആർമണ്ട് ഷാങ് മാരി ജെഫ്രീനോ സ്ഥാപിച്ചതാണ് ഈ പ്രസിദ്ധമായ മരിയൻ ദേവാലയം. കിഴക്കിന് ലൂർദ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വയനാട്ടിലെ പള്ളിക്കുന്ന് ലൂർദ് മാതാ ദേവാലയ തിരുനാൾ ഫെബ്രുവരി 2 മുതൽ 18 വരെ. 1908 ഫ്രഞ്ച് മിഷണറി ഫാദർ ആർമണ്ട് ഷാങ് മാരി ജെഫ്രീനോ സ്ഥാപിച്ച ഈ ദേവാലയത്തിന്റെ 117-ാമത് വാർഷികാഘോഷവും ഇതോടൊപ്പം നടക്കും. ഫെബ്രുവരി 2 ഞായറാഴ്ച വികാരി റെവറൽ ഡോക്ടർ അലോഷ്യസ് കുളങ്ങര തിരുനാൾ കൊടിയേറ്റും. തുടർന്ന് 5 മണിക്ക് ജപമാല, ദിവ്യബലി, നൊവേന തുടങ്ങിയവ റെവറൽ മോൺസിനോർ ക്ലാരസ് പാലിയത്ത് കാർമ്മികത്വം വഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിക്ക് ജപമാല, ദിവ്യബലി, നൊവേന എന്നിവയുണ്ടാകും. ഫെബ്രുവരി 7 വെള്ളിയാഴ്ച ബത്തേരി രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസും 9 മാനന്തവാടി രൂപത സഹായമെത്രാൻമാർ അലക്സ് താരാമംഗലവും 10 തിങ്കളാഴ്ച വൈകുന്നേരം 6:30 ആഘോഷമായ സമൂഹബലിക്ക് കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതലയും കാർമ്മികത്വം വഹിക്കും. 11 ചൊവ്വാഴ്ച 10:30 കോഴിക്കോട് രൂപതാധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ആഘോഷമായ സമൂഹബലി അർപ്പിക്കും. വൈകുന്നേരം 5:30 മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള രഥപ്രദക്ഷിണം. ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകും. 15 ശനിയാഴ്ച മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ ദിവ്യബലി അർപ്പിക്കും. തിരുനാൾ സമാപന ദിവസമായ 18 രാവിലെ ഫാദർ സണ്ണി പടിഞ്ഞാറേടത്ത്, ഫാദർ പോൾ ആൻഡ്രൂസ്, ഫാദർ ആൽഫ്രഡ് വടക്കേത്തുണ്ടിൽ എന്നിവർ ദിവ്യബലി അർപ്പിക്കും. വൈകുന്നേരം 5 ആലപ്പുഴ രൂപതാ മെത്രാൻ ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിൽ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കും. കോഴിക്കോട്, താമരശ്ശേരി, ബത്തേരി, കണ്ണൂർ, മാനന്തവാടി, ആലപ്പുഴ രൂപതാ അധ്യക്ഷന്മാർ വിശുദ്ധബലി അർപ്പിച്ച് വചന സന്ദേശം നൽകി വിശ്വാസ സമൂഹത്തെ അനുഗ്രഹിക്കുന്ന സുദിനങ്ങൾക്കായി എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി പള്ളിക്കുന്ന് ലൂർദ് മാതാ വികാരി റെവറൽ ഡോക്ടർ അലോഷ്യസ് കുളങ്ങര പറഞ്ഞു. വയനാടിൻ്റെ മാത്രമല്ല മലബാറിൻ്റെ, കേരളത്തിൻ്റെ തന്നെ വലിയൊരു ഉത്സവമാണ്, ഒരു മരിയൻ ഉത്സവമാണ് ഫെബ്രുവരി 2 മുതൽ 18 വരെ വയനാട്ടിലെ പള്ളിക്കുന്ന് ലൂർദ് മാതാ ദേവാലയ അങ്കണത്തിൽ നടക്കുന്നത്. നാനാജാതി മതസ്ഥരുടെ സജീവമായ സാന്നിധ്യമുള്ള ഒരു തിരുനാളാണ്. ഈ തിരുനാള് വളരെ പ്രശസ്തമായി ഇതിനെ കിഴക്കിൻ്റെ ലൂർദ് എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ഇവിടെ ഇലവള്ളി നേർച്ച എന്ന് പറയുന്ന പെരുന്നാളായിട്ട് ഇത് അറിയപ്പെടാറുണ്ട്. എല്ലാ ദിനങ്ങളിലും ഊട്ടുനേർച്ചയുള്ള ഒരു ദേവാലയമായിട്ട് ഇത് അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഈ തിരുനാൾ ദിവസങ്ങളിൽ പള്ളിക്കു ചുറ്റും കല്ല് ചുമന്നുകൊണ്ടുള്ള നേർച്ചയുള്ളൊരു പള്ളിപ്പെരുന്നാളായിട്ട് അറിയപ്പെടാറുണ്ട്. 10,000 പള്ളിക്കു ചുറ്റും ഉരുള് നേർച്ച നടത്തുന്ന തിരുനാളായി അറിയപ്പെടാറുണ്ട്. നിരങ്ങ് നേർച്ച 10,000 നടത്തുന്ന തിരുനാളായിട്ട് അറിയപ്പെടാറുണ്ട്. അങ്ങനെ ഈ വലിയ മഹോത്സവത്തിലേക്ക്, പരിശുദ്ധ അമ്മയുടെ മരിയൻ ഉത്സവത്തിലേക്ക്, കിഴക്കിൻ്റെ ലൂർദിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ഫെബ്രുവരി 2 മുതൽ 18 വരെയുള്ള തിരുനാളിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. തിരുനാളിനെത്തിച്ചേരുന്ന വിശ്വാസി സമൂഹത്തിനായി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി ഈ തിരുനാൾ മഹോത്സവം വിജയിപ്പിക്കുന്നതിനായി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇടവക സമൂഹം മുഴുവൻ. അഭിവന്യ പിതാക്കന്മാരോടൊപ്പം നിരവധി വികാരി ജനറൽമാർ, 100 വൈദികരും തിരുനാളിൽ സന്നിഹിതരാകും. ഇടവക വികാരി റെവറൽ ഡോക്ടർ അലോഷ്യസ് കുളങ്ങര, സഹവികാരി ഫാദർ നോബിൾ രാമച്ചുങ്കുഴി, മുൻ വികാരി ജനറൽ വെരി റെവറൽ ഡോക്ടർ തോമസ് പനക്കിൽ, പാരിഷ് പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ തിരുനാളിന് നേതൃത്വം നൽകും. ഷെക്കിന ന്യൂസ്, വയനാട്.